ഇപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് പൊതുവേ വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ല. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഐഫോണിലും ആൻഡ്രോയിഡ് ഫോൺസിലും ഒക്കെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ എങ്ങനെ ഓൺ ആക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്യുക. നോട്ടിഫിക്കേഷൻ പാനൽ ഓപ്പൺ ചെയ്യാൻ റൈറ്റ് സൈഡിൽ നിന്ന് താഴത്തോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. പഴയ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ആവുന്നതായിരിക്കും. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി കൂടുതൽ സെറ്റിംഗ്സിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്. അതാണ് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്യുന്നത്. ഇപ്പം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ലെസ് വാം ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ ചെറുതായിട്ട് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനി മോർ വാമിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ ഒരു വാം കളറായിരിക്കും വരിക. ഇപ്പം നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ കുറച്ചും കൂടി വാം ആയിട്ട് വെക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സെൻറ്റർ ഏരിയയിലെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ്. ബെറ്റർ മോർ വാമിലോട്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്യുക. കൂടുതൽ ലെസ് വാമിലോട്ട് കൊണ്ടുവരാതിരിക്കുക. നിങ്ങളിത് സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. ഇപ്പം ഇവിടെ മാനുവലി എനേബിൾ അൺടിൽ ടുമോറോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സ്കെഡ്യൂൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ടൈമിൽ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ഓൺ ആവുന്നതായിരിക്കും. ഇപ്പം രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം രാത്രി സമയത്തൊക്കെ കൂടുതൽ ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് വരുമ്പോൾ ഉറക്കത്തിനൊക്കെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ആ ഒരു ടൈമിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം അത് സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്കെഡ്യൂൾഡ് ഓൺ ആക്കിയാൽ ഫ്രം ടു എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം ഇവിടെ നമുക്ക് ടേൺ ഓൺ ടൈമും ടേൺ ഓഫ് ടൈമും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ അതിൽ 10 മണിക്ക് ശേഷമാണ് ഇത് ഓൺ ആവുക. അതുപോലെ തന്നെ രാവിലെ 7 മണി ആയാൽ ഇത് ഓഫും ആവുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സൺസെറ്റ് ടു സൺറൈസ് എന്നുള്ളതും കൊടുക്കാവുന്നതാണ്. അപ്പം ആ ഒരു ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും ആവുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഇത് ഓണാക്കി വെക്കുന്നത് നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് രാത്രിയെങ്കിലും ഓണാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ഓണും ഓഫും ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.